everyone, welcome to Dr. D&B Katha Vlogs for Let's Talk സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ആക്ച്വലി ഇതൊരു മെഡിക്കൽ ടോക്ക് അല്ല, ബട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്കുള്ള ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടാണ്. യൂഷ്വലി ബ്ലഡ് ഡൊണേഷന് മുമ്പായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റീസെന്റ് ആയിട്ട് ടാറ്റൂയിങ്ങോ പിയേഴ്സിങ്ങോ എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്, മൈക്രോ ബ്ലേഡിംഗ് അല്ലെങ്കിൽ അക്യൂപങ്ചർ മുതലായതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര നാളുകൾക്ക് ശേഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മിക്കുള്ള ആളുടെ ഡൗട്ട്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 1 year ആണ് കേട്ടോ പറയുന്നത്, 12 months. അതിന്റെ റീസൺ പറയുന്നത്, നമ്മൾ എന്തൊരു നീഡിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയറിലും റിസ്ക് ഓഫ് ബ്ലഡ് ബോൺ ട്രാൻസ്മിഷൻസ് വളരെ കൂടുതലാണ്. മഞ്ഞപ്പിത്തം തന്നെ ബി ഉണ്ട്, സി ഉണ്ട്, HIV മുതലായ എല്ലാ അസുഖങ്ങളും നീഡില് വഴി പകരാവുന്നത് തന്നെയാണ്. അപ്പൊ ഏകദേശം മഞ്ഞപ്പിത്തത്തിന്റെ ഒക്കെ ചാൻസ് എന്ന് പറഞ്ഞാൽ 30%. അതും നമ്മുടെ കണ്ണിന് നേരിൽ കാണുന്ന ഒരു ബ്ലഡിന്റെ എമൗണ്ട് പോലും വേണ്ട ഇതൊന്നും പകർത്താനായിട്ട്. 0.000001, അതായത് ഏകദേശം 0.1 ml പോലും നമുക്ക് കാണാൻ പാടാണ്. അപ്പൊ ഇത്രയും ലെസ് ക്വാണ്ടിറ്റി ബ്ലഡ് മതി മഞ്ഞപ്പിത്തം പോലുള്ള വൈറസുകൾ പകർത്തുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസ്ക് ഫാക്ടർ മനസ്സിലായി കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. എന്നിരുന്നാലും ഇതൊക്കെ ചെയ്യുന്നവരൊന്നും വളരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, അതായത് സ്റ്റെറിലൈസ്ഡ് നീഡിൽ, റീയൂസബിൾ ഇങ്ക് ഒന്നും തന്നെ ഉപയോഗിക്കാതെ സ്റ്റേറ്റ് റെഗുലേഷൻ ഫെസിലിറ്റീസിന്റെ പരാമർശിച്ചിട്ടുള്ള എല്ലാ റൂൾസും ബേസ് ചെയ്തിട്ടൊക്കെ ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ പോയി ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ ബ്ലഡ് ഡൊണേഷൻ പോലെയുള്ള വലിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ അത്യാവശ്യത്തിലേറെ കരുതലോടെ കാണേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ഒരു 1 year പീരീഡ് പറയുന്നത്. പിന്നെ അപ്പോൾ മിക്കവാറും ആൾക്കാർക്ക് വരുന്ന ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് ഇതിന്റെ ടെസ്റ്റുകൾ ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്തുകൂടാ എന്നുള്ളത്. യൂഷ്വലി ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ്, അതായത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആ ഒരു ടൈം, അത് വളരെ വലുതായിരിക്കും. പിന്നെ ചിലതിലൊക്കെ ഒരു വിൻഡോ പീരീഡ് പറയുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്താലും നമുക്കത് കറക്റ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് രോഗലക്ഷണങ്ങളും കാണുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ ടെസ്റ്റിന്റെ ബേസിസിൽ നമ്മൾ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നതിന് ആ ഒരു ഗുണം ലഭിക്കില്ല, നേരെ മറിച്ച് അതൊരു ദോഷമായി മാറും. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തിട്ട് രക്തദാനം പോലെയുള്ള മഹാകാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഡൗട്ട്സുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഈ ഒരു മെഡിക്കൽ സീരീസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഒരു അടുത്ത ടോക്കുമായിട്ട് വീണ്ടും കാണാം. Till then, bye.